ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ഇമ്മാൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇമ്മാന് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം ഇമ്മ മുറ്റടിക്കാനാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കാൻ നിന്നു. അപ്പോഴേക്കും 8 മണിയായിട്ടുണ്ടായിരുന്നു. ഒരു 8 മണി മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അതിന് മുന്നേ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വൈകി എണീറ്റതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മസാലയും തേങ്ങാ ചട്നിയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ദോശ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഉള്ളു ഉണ്ടാക്കാറ്. അതുകൊണ്ട് ഇടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ് ഇതിനോട്. അധികവും പുട്ട്, നീർദോശ, ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിരിക്കും എപ്പോഴും. അടുത്ത അമ്മാന്റെ പരിപാടി കോയിനെയും താറാവിനെയും വിടലാണ്. ഓലൊരു 10 മണിയാവും വിടാന്. മുട്ട കൂട്ടിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉമ്മ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈം ഉമ്മ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറുണ്ടാക്കാൻ നിന്നിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് ഉമ്മ ഉണ്ടാക്കിയേ. ആദ്യം തന്നെ ഇമ്മ കുക്കറിൽ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അടുത്ത പരിപാടിയിലേക്കൊക്കെ നിന്നിട്ടുള്ളത്. ഇമ്മ എപ്പോഴും കുക്കറിലാണ് ചോറ് ഉണ്ടാക്കാറ്. ഇമ്മക്ക് വേറെ വർക്കുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. കൂടുതൽ സമയം അടുക്കളയിൽ ചെലവഴിക്കാറില്ല. കുക്കിംഗ് ഇഷ്ടമാണ്, എല്ലാതും ഉണ്ടാക്കി തരലും ഉണ്ട്. പക്ഷെ എല്ലാം പെട്ടെന്ന് തന്നെ തീർത്ത് അവിടുന്ന് വരാൻ നോക്കലുണ്ട്. എത്ര വൈകിയാണ് കയറിയെങ്കിലും പെട്ടെന്ന് തന്നെ ഉമ്മക്ക് കുക്കിംഗ് തീർക്കാൻ കഴിയലുണ്ട്. ഇനി കുക്കിംഗ് ഇഷ്ടമാണെന്ന് കരുതി എപ്പോഴും നല്ല ഫുഡാണെന്ന് കരുതണ്ട. ഇനി എന്തെങ്കിലും മടിയുള്ള ദിവസമാണെങ്കിൽ തരികിട ഒപ്പിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തരാറുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് ഇപ്പം ഉമ്മക്കിട്ട പേര് തരികിട എന്നാണ് കേട്ടോ. ഇനി ഉമ്മാനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, വർക്കുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി എത്ര തിരക്കാണെങ്കിലും കുക്കിംഗ് എപ്പോഴും ഉമ്മാൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. മറ്റേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഞങ്ങൾ എടുക്കാറ്. ഇന്നിപ്പോൾ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ചോറും കറികളൊക്കെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഉമ്മ. ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരും കറിയാണ്. ഇന്നൊക്കെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലഞ്ചിന് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. രാത്രി ഞങ്ങൾ ചോറ് കഴിക്കാറില്ല പൊതുവെ. രാത്രിക്ക് വേറെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കാറ്. ചിലപ്പോൾ സിമ്പിളായിട്ടോ അല്ലെങ്കിൽ ഹെവി ആയിട്ടോ കേൾക്കരം. എന്താണോ ഉമ്മാൻ്റെ മൂഡ് അതിനനുസരിച്ചായിരിക്കും രാത്രിത്തെ ഫുഡ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തൈര് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ആദ്യം കടുകും ഉലുവയും പൊട്ടിച്ച് മുളകും തക്കാളിയും വലിയുള്ളിയും ഇട്ട് മൂപ്പിച്ചെടുത്തു. കറിവേപ്പില നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇടാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. കൊടുന്നതൊക്കെ കഴിഞ്ഞിരിക്കണു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് തൈരും പൊടിയും പറഞ്ഞാൽ സെറ്റായി ഈ കറി. അത്രേ ഉള്ളൂ. സിമ്പിളാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറി. അടുത്തത് പയറുപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതിലത്തെ പയർ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി മൂപ്പിച്ചെടുക്കാനുള്ള ഉണ്ടായിരുന്നേ. പിന്നെ അത് മൂപ്പിച്ചെടുത്ത് പയറും മിക്സാക്കി അതും സെറ്റായി. പിന്നെ റെഡിയായ പയറുപ്പേരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ തന്നെ അടുത്ത ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങി. കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മുട്ടയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കിയതിനെ. ഇതുമ്മ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഫേവറേറ്റും കൂടിയാണ് ഇത്. നോൺ വെജ് ഒന്നും ഇല്ലാത്ത ദിവസം ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയാൽ തന്നെ ചോറ് നല്ലോണം പോവാറുണ്ട്. കടി ഐറ്റംസിനൊക്കെ മുട്ട കൂട്ടാറുണ്ട്. പക്ഷെ ചോറിന് കൂട്ടണത് ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും തിന്നാറുണ്ട്. ഇതെല്ലാവരും ഫേവറേറ്റ് ആണ് ഇവിടുത്തെ. ഉമ്മക്ക് പിന്നെ ഒരു മുട്ട മതി ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ. ഞങ്ങൾക്ക് പിന്നെ അതിനൊന്നും കഴിയൂല. ഇനി പപ്പടം കൂടി സെറ്റായാൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇരുമ്പും ചട്ടി 20 വർഷമായിക്കണു വാങ്ങിയിട്ട്. ഇമ്മ പാത്രങ്ങളൊക്കെ കേടുന്ന അങ്ങനെ മാറ്റുന്ന ആളാണ്. പക്ഷെ ഇത് മാത്രം മാറ്റാറില്ല. അമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇരുമ്പും ചട്ടിയാണിത്. 12:30ക്കാണ് ഉമ്മ ഫുഡ് ഉണ്ടാക്കാൻ കയറിയത്. 1 മണിയായപ്പോഴത്തേനും ചോറും കൂട്ടാനും ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അത്രക്കും ഫാസ്റ്റാണ് ഉമ്മ. ഇന്ന് ഞാനും കൂടി ഉള്ളതുകൊണ്ടാണ് ഉമ്മ ഇത്രക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. പിന്നെ ഇത് ഇന്നലത്തെ ചമ്മന്തിയാണ് കേട്ടോ. അത് ശർക്കരയും പുളിയൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ചമ്മന്തിയാണ്. ഇതൊരു സ്പൈസി ചമ്മന്തിയാണ്. ഇത് മാത്രം മതി ചോറ് തിന്നാൻ. പിന്നെ ശർക്കര ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. ചിക്കനും മീനും ബീഫൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അത് മാത്രം മതി. വേറെ ഉപ്പേരിയൊന്നും വേണ്ട. പിന്നെ ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ കൂട്ടാനും കറിയൊക്കെ ഉണ്ട്. കൂട്ടാൻ വെക്കാൻ ഒന്നും ഇല്ല എന്ന് പറയുന്ന ദിവസമായിരിക്കും കൂടുതൽ കൂട്ടാൻ ഉണ്ടാവല്. ഇല്ല പറഞ്ഞ് കുറെ കൂട്ടാൻ അങ്ങോട്ട് ഉണ്ടാക്കും. പിന്നെ വളമ്പുമ്പോൾ അത് കുറെ കൂട്ടാനായി മാറും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരുന്ന് ഈവനിങ് ആയപ്പോൾ ചായ കുടിച്ചു. ഇന്ന് ഈവനിങ് ചെടികൾക്കൊക്കെ നനക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ചെടി നനക്കാൻ അങ്ങനെ ഒരു സമയമൊന്നുമില്ല. ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്ക്. ഇന്നിപ്പോൾ വൈകുന്നേരമാണ് ചെടി നനക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. നന കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു വാഴക്കൊല പോത്ത് നിൽക്കണ കണ്ടു. പിന്നെ അത് വെട്ടിടാൻ പോയി. വെട്ടിക്കൊല കയ്യിൽ പിടിക്കണം എന്നേനും ഉമ്മാരെ പ്ലാന്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് നല്ല മഞ്ഞുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ നല്ല മടി പിടിച്ചിരിക്കേനു. അപ്പം ഇന്ന് ഡിന്നർ എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും തന്ന് ഒതുക്കാനേനും ഉമ്മാൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അനിയത്തി അതൊക്കെ പൊളിച്ചടക്കി. ഓൾ ഇന്നത്തെ ഡിമാൻഡ് പാസ്ത വേണമെന്നേനു. പിന്നെ അത് ഉണ്ടാക്കാൻ ഞാനും ഉമ്മയും പോയി. ഇന്ന് മടി പിടിച്ച ദിവസം ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും സഹായത്തിന് വേണം.
മടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി പോകും. അനിയത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ പെട്ടുപോയത് ഞാനായിരുന്നു. എനിക്കിന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നേ. പാസ്ത, നൂഡിൽസ് അങ്ങനത്തെ ചീസി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഓളെ ഫേവറേറ്റ്. ഇന്നും ഉണ്ടാക്കിയിരുന്ന വൈറ്റ് സോസ് പാസ്ത ആയിരുന്നു. അത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റുമാണ്. വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണേണല്ലോ, എന്നാലും ഒന്നുകൂടി പറയാം. ആദ്യം ബട്ടറിൽ ക്യാപ്സിക്കൻ, കോണ്, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്യണം. എന്നിട്ട് സോട്ട് ചെയ്ത വെജിറ്റബിൾസ് മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കോൺഫ്ലോറും പാലും ഇട്ടൊന്ന് തിളപ്പിക്കണം. അതിലേക്ക് കസൂരി മേത്തി ഇടണം. തിള വന്ന് തുടങ്ങിയാൽ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് ഓൾറെഡി വേവിച്ച് വെച്ച വെജിറ്റബിൾസും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടി വേവിച്ച് കുറുക്കിയെടുത്താൽ വൈറ്റ് സോസ് പാസ്ത റെഡിയായി. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ അതിലേക്ക് ഒന്ന് കട്ടൻ ചായ ആയിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇമ്മാൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു. വർക്കുള്ള അന്ന് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.